അവരുടെ ബന്ധുക്കൾ, അമ്മ, സഹോദരിമാർ ഒക്കെ ഇതാ കാണാം. ഇവരെല്ലാവരും ആണ് ഇതിനകത്തുള്ള ഈ പറഞ്ഞ മിക്ക ആൾക്കാരും ഇതിനകത്ത് കാരണക്കാർ. ഞങ്ങൾ എൻ്റെ 2 ചേച്ചിമാരുടെ കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് 3 പേർക്കായിട്ടുള്ളൊരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് മീൻസ് ഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. ഞാൻ വളരെ സിമ്പിളി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം ആ സ്ത്രീ ജീവിച്ചിരുന്ന പേരോട് പറഞ്ഞതല്ലേ? എന്തേ ഇങ്ങനെ പറ്റാത്തൊരു ബന്ധം നമുക്ക് വേണ്ട മോളെ, നമുക്ക് പോകാമെന്ന് പറയാത്തെന്താ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കേരളത്തെ ഞെട്ടിച്ച് നമ്മളെല്ലാം വേദനയിലാഴ്ത്തിയ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഏറ്റുമാനൂരിൽ ജ്ഞാനായ സഭയിൽ നിന്നുള്ള മറ്റൊരു പെൺകുട്ടി ജിസ്മോൾ, അഡ്വക്കേറ്റും കൂടി ആയിട്ടുള്ള ജിസ്മോൾ, അവരും 2 പെൺകുട്ടികളുമായിട്ട് വീണ്ടും മരണത്തിലേക്ക് നടന്നു കയറി അവർ ആറ്റിലേക്ക് ചാടി മരണപ്പെട്ടു. അപ്പോൾ ഇവരെ കൊന്നവരും കൊല്ലിച്ചവരും എല്ലാവരും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ആ പെൺകുട്ടിയുടെ ഘാതകരായിട്ടുള്ള ആൾക്കാരെല്ലാം നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനകത്ത് ആരൊക്കെ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വെച്ചാൽ ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത രീതിയിലുള്ള ഗാർഹിക പീഡനങ്ങളാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു സഭയെയും ഒരു മതത്തിനെയും ഒരാളെയും നിങ്ങളുടെ വിശ്വാസത്തിനെയും ഞാൻ ഒരിക്കലും ഹേർട്ട് ചെയ്യാനോ നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് പറയാനോ എന്നുള്ള ഒരാളല്ല, അങ്ങനെ ആഗ്രഹവുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കാലം മാറുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീടുകളുടെ അകത്ത് താമസിക്കുന്ന സ്ത്രീകളുടെ ശാരീരിക സൗഖ്യവും അവരുടെ മനോനിലയും ഒക്കെ നല്ല രീതിയിലാണോ? അവർ സന്തുഷ്ടരാണോ? അവർക്ക് ശരിക്കും ഒരു ചെറിയൊരു പരിഗണനയെങ്കിലും കൊടുത്തുകൂടെ എന്ന് നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന വലിയ വലിയ പ്രവാചകരും അല്ലെങ്കിൽ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നവരും സമൂഹത്തിന് മൊത്തം ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കൃപ ഇങ്ങെടുത്ത് എഴുന്നള്ളിക്കുന്ന ആൾക്കാരും എല്ലാവരും ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ നാട്ടിൻ്റെ അകത്ത്, നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് താമസിക്കുന്ന സ്ത്രീകൾ അവർ ശരിക്കും പറഞ്ഞാൽ സന്തോഷവതികളാണോ എന്നുള്ളത്. അടുക്കളകളിൽ മാത്രം ജീവിക്കേണ്ടവർ, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന കമൻറ്റാണ് ഈ ഒരു ജിസ്മോളിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കമൻറ്റ്. അതിനകത്ത് ഒരുപാട് പേര് സെയിം അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. പല സ്ത്രീകളും അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് കെട്ടിച്ചയച്ചതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറും. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കയറിയതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇനി നിന്റെ താമസം, നിന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കെട്ടിച്ചു വിട്ട വീട്ടുകാരങ്ങോട്ട് പെൺകുട്ടിയെ അങ്ങ് തലയിൽ നിന്ന് ഒഴിഞ്ഞും കളയും. കാരണം ഇവർക്ക് എപ്പോഴും ആൺകുട്ടികളാണ് പിന്നെ വളർത്തുന്നതും ആൺകുട്ടികളാണ് പിന്നെ നോക്കുന്നതും എന്നുള്ള രീതിയിലേക്ക് ആണ് ഒരു സെറ്റപ്പ്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ആൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്ത് ആ ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കും. പെൺകുട്ടി ആ വീട്ടിലേക്ക് കയറിപ്പോയാലോ ആ വീടിൻ്റെ അകത്ത് മറ്റൊരു സ്ത്രീകൾ അഥവാ ഒന്ന് അമ്മായിയമ്മ കാണും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും എല്ലാം ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെ ആട്ടും തുപ്പും മറ്റതും വീഴ്പ്പും പാണ്ടവും കലക്കി അയാൾ അവരുടെ വാക്കുകൾ മാത്രം കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവിതം പിന്നെ ക്രൂരമായ ലൈഫാണ് പിന്നെ അങ്ങോട്ട് നടക്കുന്നത്. അടിമ ജീവിതമാണ് നയിക്കേണ്ടി വരുന്നത്. ആട് ജീവിതത്തിൽ നമ്മളെ കണ്ട പൃഥ്വിരാജിൻ്റെ ആ ഒരു അർബാബിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, ആ അർബാബിനെ പോലുള്ള കുറേ അധികം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് പെണ്ണായിട്ടും ആണായിട്ടും ഒക്കെ ഉണ്ട് പല കുടുംബങ്ങളുടെ അകത്തും. അങ്ങനെ ചെന്ന് കയറുന്ന വീട്ടിൻ്റെ അകത്തും സ്വന്തം വീട്ടിൻ്റെ അകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരാനോ പോകാനോ പറ്റാത്ത രീതിയിൽ ഒരു സ്ത്രീ പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് പറ്റുന്ന ഒരു കാര്യം, എൻ്റെയും 2 പെൺമക്കളാണ്, നാളെ ഈ പെൺകുട്ടികളും എന്നെ പോലത്തെ ഈ അവസ്ഥയിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവരെയും ആരും നോക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നാളെ പോയി മരിക്കണ്ട, നിങ്ങളെയും കൂടെ ഞാൻ കൊണ്ടുപോകാമെന്നുള്ളൊരു വല്ലാത്തൊരു കാര്യമാണ് സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ടിട്ട് ഷൈനി പോയത്. അതിന് പിന്നാലെ ജിസ്മോൾ പോയത്. ഇനി ആരൊക്കെ പോകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അതിനു മുമ്പെങ്കിലും ഈ സഭ മറ്റത് മറിച്ചത് എല്ലാ മതങ്ങളിലും എല്ലാ ആൾക്കാരും അവരവരെ ചിന്തിക്കണം. ഇപ്പൊ ജ്ഞാനായ സഭ എന്ന് പറയുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു മതത്തിന്റെ ഒരു സഭയുടെ ആൾക്കാരിലാണ് ഈ 2 പേരും. ഷൈനി ആണെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ ജിസ്മോൾ ആണെങ്കിലും, അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള ജിസ്മോൾ ആണെങ്കിലും. ഇനി ഈ ഘാതകരെല്ലാവരും കൂടെ ചേർന്ന് വരുന്ന ഒരു വീഡിയോ കാണുക. അതായത് ആർഭാടമായിട്ട് നടന്ന ഒരു വിവാഹമാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വിവാഹ വേദിയിൽ വന്നിട്ടുണ്ട് ഈ പറയുന്ന ജിസ്മോളുടെ ജീവൻ എടുത്തിട്ടുള്ള ആൾക്കാരും. കാണുക, അവരുടെ ബന്ധുക്കൾ, അമ്മ, സഹോദരിമാര് ഒക്കെ ഇതാ കാണാം. ഇവരെല്ലാവരും ആണ് ഇതിനകത്തുള്ള ഈ പറഞ്ഞ മിക്ക ആൾക്കാരും ഇതിനകത്ത് കാരണക്കാരികളാണ്. സഹോദരിമാർ, അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റ് വീട്ടിൻ്റെ അകത്ത് ഉള്ള മറ്റുള്ളവരും എല്ലാവരും കൂടെ ആ സ്ത്രീയെ കൊല്ലാതെ കൊന്നു എന്നുള്ളൊരു കാര്യം വളരെ ക്രൂരമായ രീതിയിൽ എന്നുള്ള കാര്യമാണ്. നോക്കൂ, ചിരിച്ചു കൊണ്ടിട്ടുള്ള പള്ളിയുടെ അങ്കണത്തിൽ വളരെയധികം ആർഭാടപൂർവ്വം എല്ലാവരാലും വളരെയധികം ആർപ്പ് വിളിച്ചവരും സന്തോഷത്തോടെ ആരവം വിളിക്കുന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം നൽകിയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയൊക്കെ എല്ലാവരും പാട്ടുകളും കൂത്തുകളുമായിട്ടൊക്കെ നടന്നു പോയൊരു കല്യാണമാണ്. ചത്തകുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഈ ഒരു മംഗളമായിട്ടൊരു നിമിഷം, ഈ ഒരു മംഗള നിമിഷത്തിൽ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആ ജിമ്മി എന്ന് പറയുന്ന അയാളടക്കം അയാളുടെ കുടുംബക്കാരാണ് ഇന്ന് ഈ ഒരു പെൺകുട്ടിക്ക് കൂതാശ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. എങ്ങനെയാണ് സഹിക്കുക? ഇപ്പം ഇനി ഇനി അത് ഒരു കുറ്റമായിട്ട് എടുക്കരുത്. ഓരോ പെൺകുട്ടികളെയും വിവാഹം കഴിച്ച് അയക്കുന്ന അച്ഛനമ്മമാരുടെ ഒരു ചോദ്യം,
അല്ല, കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങളടുത്തുള്ള അല്ലെങ്കിൽ ആ പെൺമക്കളോടുള്ള നിങ്ങളുടെ ബാധ്യത അങ്ങ് തീർന്നു. കുറച്ച് ഡൗറി കൊടുക്കുന്നു, നിങ്ങൾ സ്ഥലം കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, കാറ് കൊടുക്കുന്നു, എല്ലാ സംവിധാനങ്ങളും ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ കെട്ടിച്ചു വിട്ടാൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള അവരോടുള്ള ഈ കമ്മിറ്റ്മെന്റ് അങ്ങ് തീർന്നു. അതോ അവരവിടെ പോയതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുണ്ട് മക്കളെ, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയാൻ ഒരു അച്ഛനോ ഒരു അമ്മയോ സഹോദരനോ സഹോദരിയോ ഒക്കെ വേണ്ടേ? അതോ കെട്ടിച്ചു വിട്ട പെണ്ണിനെ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഒരു പശുവിനെ അഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാളെ അഴിച്ചുകൊണ്ട് മറ്റൊരിടത്ത് കൂടി കെട്ടിക്കഴിഞ്ഞാൽ അവിടെയാണ് താമസിക്കേണ്ടത്, നീ ഇനി മുതൽ അവിടെ കിടന്നോളണം എന്ന് പറയുന്നൊരു സംഭവമാണോ? ആ ഒരു തിട്ടൂരമാണോ ഇത്? മിക്ക എൻ്റെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ വീഡിയോ ഈ ജിസ്മോളെ കുറിച്ചിട്ട വീഡിയോയ്ക്കകത്ത് കിടക്കുന്നതാണ്. പല സ്ത്രീകളും വളരെ കഥ അവരുടെ ലൈഫിലേക്ക് കടന്നു പോകുന്ന വഴികൾ എന്ത് കഷ്ടമാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പം ഈ പെൺകുട്ടികളുടെ കുടുംബക്കാർ ഇപ്പം അന്ന് നമ്മുടെ ഷൈനിയുടെ കാര്യത്തിനകത്താണെങ്കിൽ ഷൈനിയുടെ വീട്ടുകാർ, ഷൈനിയുടെ അച്ഛനൊക്കെ അന്ന് സംസാരിക്കുന്ന അമ്മയൊക്കെ സംസാരിക്കുന്നതിനകത്ത് അവരുടെ മനസ്സിൻ്റെ അകത്ത് മുഖത്തൊന്നും ഞാനൊരു അത്രയും വലിയൊരു വേദനയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിവേ മനുഷ്യരെ പല രീതിയിലാണ്, നമുക്കറിയത്തില്ല. അവരുടെ മക്കളൊക്കെ വന്ന് വലിയ ജോലിക്കാരൊക്കെയാണ്, അവർ തിരിച്ചു പോയി അവരുടെ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടതല്ലേ, അവർക്ക് നിൽക്കാൻ കൂടുതൽ ദിവസം പറ്റത്തില്ല, പെട്ടെന്നുള്ള എമർജൻസി ലീവിൽ വന്നതാണ്, എല്ലാവരും തിരക്കിലാണ്. അതുകൊണ്ട് ഈ കെട്ടിച്ചു വിട്ട പെണ്ണ് അവിടെ കിടന്ന് എന്തനുഭവിച്ചിരുന്നാലും അവളെ കാര്യം നോക്കണം. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കണം. ഓക്കെ, ഭർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണം. ഭർത്താവിൻ്റെ വീട്ടുകാരാണോ നിന്റെ ജീവിതം, അവരാണ് നിന്റെ അച്ഛനമ്മമാർ, അവർ പറയണ എല്ലാം നീ കേട്ടോളണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിച്ചമർത്തും. എത്രയോ സ്ത്രീകൾ ഇപ്പൊ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന എത്ര സ്ത്രീകൾ, അത് മതവോ ജാതിയോ ഒന്നുമില്ല, എല്ലാ മേഖലയ്ക്കകത്തും എല്ലാ മതത്തിലും സഭകളിലും എല്ലാത്തിനകത്തുള്ള ആൾക്കാർ ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ലൈഫിൻ്റെ അകത്തും ചിലപ്പോൾ ഈ ഒരു സാഹചര്യം കടന്നു പോകുന്നവരുണ്ടാവില്ലേ. നിങ്ങളെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതായിരിക്കുമല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഭർത്താവ് കേൾക്കത്തില്ല, മക്കൾ കേൾക്കത്തില്ല, ഈ അമ്മായിയമ്മ കേൾക്കത്തില്ല. ചിലപ്പോൾ വളരെ റെയറായിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഉള്ളവരുണ്ടാവും. ജിസ്മോളുടെ സാഹചര്യം നോക്കുക. ഇപ്പോഴാണ് അച്ഛനമ്മമാരും മറ്റുള്ള ആൾക്കാരും ഈ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്, മരണപ്പെട്ടതിന് ശേഷം മാത്രം ചില കണ്ണുനീർ കരച്ചിലുകൾ, മറ്റുള്ള വർത്തമാനങ്ങൾ, ചർച്ചകൾ ഒക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജീവിച്ചിരുന്നപ്പോഴൊക്കെ ഈ പറഞ്ഞ ജിസ്മോളുടെ പ്രശ്നങ്ങൾ ജിസ്മോളുടെ വീട്ടുകാർ അറിയിച്ചിട്ടുണ്ടാവില്ല? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അറിയിച്ചിട്ടുണ്ടാവില്ലേ? ഇന്ന് പല കാര്യങ്ങളും അവർ പറയുന്നു. അന്നേ ഉള്ള കാര്യം എന്ന് വെച്ചാൽ സഹോദരൻ കുറച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. ആ സഹോദരനോട് ഈ സമയത്ത് പറയാനോ ചോദിക്കാനോ പാടില്ല. നിങ്ങൾക്ക് എങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ലൈഫിനെ ആ സ്ത്രീ നിന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാത്തെന്താ? ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ആ സ്ത്രീ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടായിരിക്കും ആ കയത്തിലേക്ക് എടുത്ത് ചാടിയത്, നിലയില്ല കയത്തിലേക്ക് എടുത്ത് ചാടിയ കൊച്ചു കുഞ്ഞുങ്ങളെ കാര്യം ആലോചിച്ച് നോക്ക്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ, ഇതെന്തോ ഇങ്ങനെ ഈ സന്തോഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്, മറ്റൊരാളുടെ ഒരു ഇത് പറഞ്ഞാൽ ഇമോഷണലായിട്ടൊക്കെ സംസാരിക്കും. ആക്ച്വലി ഐ ആം എ ഹ്യൂമൻ ബീങ്. എനിക്ക് ഈ ഒളിച്ചു വെച്ചുള്ള അഭിനയങ്ങളൊന്നും എനിക്കറിയത്തൊന്നുമില്ല. എനിക്ക് എൻ്റെ മുഖത്ത് ചിരിയാണോ വരുന്നത്, ചിരി വരും. വിഷമമാണോ വരുന്നത്, ദേഷ്യമാണോ, അങ്ങനെ വരും. അത് എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര എക്സ്പ്രസീവാണ് എൻ്റെ ഫേസ്. എനിക്കറിയത്തില്ല അതെന്താണെന്ന്. എനിക്ക് ഈ സ്ത്രീയുടെ ഒരു മരണം ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ ആരോ എന്തോ സംഭവിച്ചല്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് അങ്ങനെയാണ്. എനിക്ക് പലരുടെയും കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ പോലും എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യും. അത് എനിക്കറിയത്തില്ല എനിക്കുള്ള കുഴപ്പമുണ്ടോ എന്ന്, അത് പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് അത് ശരിയല്ല എന്നല്ല പലരും ഉപദേശിക്കാറുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് സന്തോഷത്തോടെ അല്ലെങ്കിൽ വെറുതെ ഒരു വർത്തമാനം പോലെ യന്ത്രത്തിനെ പോലെ ഒന്ന് സംസാരിച്ചിട്ടങ്ങ് പോവുക? ഐ ആം ഇമോഷണൽ ഹ്യൂമൻ ബീങ്. ഭയങ്കര ഇമോഷണൽ ബീയിങ് ആണ് ഞാൻ. സോ ഇവരുടെ സഹോദരൻ പറയുന്ന ഒരു കാര്യം കേൾക്കാം. പപ്പാടെ മൊഴി എടുത്തോണ്ടിരിക്കുകയാണ്. എൻ്റെയും ചേച്ചിയും ഞാൻ വെയിറ്റ് ചെയ്യണം. ഇന്നലെ രാത്രി എൻ്റെ മൂത്ത ചേച്ചി വന്നത്. ചേച്ചി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയോട് ഇടയ്ക്ക് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, എൻ്റെ രണ്ട് ചേച്ചിമാരും കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് 3 പേർക്കായിട്ടുള്ളൊരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ്, മീൻസ് ഇൻഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. ഞാൻ വളരെ സിമ്പിളി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം ആ സ്ത്രീ ജീവിച്ചിരുന്ന പേരോട് പറഞ്ഞതല്ലേ? എന്തേ ഇങ്ങനെ പറ്റാത്തൊരു ബന്ധം നമുക്ക് വേണ്ട മോളെ, നമുക്ക് പോകാമെന്ന് പറയാത്തെന്താ? നമുക്ക് ജീവിക്കാം, നീ ഇങ്ങനെ കിടന്ന് അടിമയായിട്ട് ജീവിക്കണ്ട എന്ന് ഈ വീട്ടുകാർക്കും പെൺവീട്ടുകാർക്കും ഒരു ചെറിയ ഇതില്ലേ? ഞാൻ കുറ്റപ്പെടുത്തുന്നതേ അല്ല, പ്ലീസ്. കാരണം നാളെ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ മരണപ്പെട്ടതിന് ശേഷം മാത്രം ആ വീട്ടുകാരുടെ വിലാപം നമ്മൾ കാണേണ്ടി വരും. എന്നാൽ ആ സ്ത്രീകളെല്ലാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ്, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഈ ഇങ്ങനെ കിടന്ന് എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോഴേക്കും നീ നിൻ്റെ വീട്ടിൽ അവിടെയാണ് നിൻ്റെ വീട്, നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നോളണം, നീ അവിടെ തന്നെ ജീവിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി വീണ്ടും അതിലേക്ക് തന്നെ കടത്തി വിടുന്ന സമയത്ത് ആ സ്ത്രീ എവിടെ പോകണം? മരണത്തിലേക്കല്ലാതെ എവിടെയാണ് പോകേണ്ടത്? പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ 2019 കോവിഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് UK മൂത്ത സഹോദരി കെയർ വിസയ്ക്ക് പോയി. ആ മൂത്ത സഹോദരി ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരിയെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ്. അവിടെ കെട്ടിച്ചു വിട്ട
എന്തായാലും പോട്ടെ, ഇദ്ദേഹം തന്നെ പറയുന്ന വാക്കുകളിനകത്താണെങ്കിൽ ആ സ്ത്രീ ജീവിച്ചിരുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തം വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ്. സ്വന്തം വീട്ടുകാർ അറിയിച്ചിട്ടുണ്ടായിരുന്നിട്ട് ചിലപ്പോൾ ഓക്കെ, നമ്മളെ ഈ വിവാഹം എന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ 2 ഉടമ്പടി പ്രകാരം നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മതം ഇടപെടുന്നു, സഭകൾ ഇടപെടുന്നു, അതിനകത്തുള്ള കാര്യങ്ങളുടെ അകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ആണുങ്ങൾക്ക് തന്നെയാണ്. ആർക്കും അറിഞ്ഞൂടാത്ത കാര്യം. അപ്പം പിന്നെ ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് അവരും അവരുടെ കുടുംബക്കാരും പറയുന്നത് പോലെ ആ ഒരു അനധികാര പരിപാടിയിലൂടെ നൈസായിട്ട് അങ്ങ് മുന്നോട്ട് പോകും. ഈ സ്ത്രീകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും വലിയ വിലയൊന്നും കൊടുക്കത്തില്ല, അവർക്കൊരു ഇമ്പോർട്ടൻസും കൊടുക്കത്തില്ല, ഒരു മൂലയിലേക്ക് ഇട്ടേക്കുകയും ചെയ്യും. പല സ്ത്രീകളും പല വീടുകളിൽ, ഇപ്പം ഈ കോട്ടയം ഭാഗത്തുള്ള ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാം. പലരുടെയും കോൺടാക്ട് ചെയ്തതിനകത്ത് മിക്ക സ്ത്രീകളും വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗോ മറ്റുള്ള കാര്യങ്ങളിലോ തൊഴിൽ മേഖലകളിൽ വർക്ക് ചെയ്യുകയാണ്. അവർ അവിടെ നിന്നുണ്ടാക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീട്ടുകാർക്ക് താല്പര്യം. അത് അവിടെ ആ സമയത്തും പുരുഷന്മാർ ആ വീടുകളിലുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു മണി മേക്കിംഗ് മെഷീനായിട്ടൊക്കെ മാറ്റുന്നുണ്ട് പല സ്ത്രീകളെ. എല്ലാവരും അല്ല കേട്ടോ, ഞാൻ വളരെ വളരെ കൂടുതൽ ആൾക്കാരുടെ കഥ ഇങ്ങനെ കേൾക്കുന്നത്. അതുപോലെ തന്നെ പല സ്ത്രീകളും സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനമ്മമാരോട് പോലും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കാൻ പോലും തയ്യാറില്ല. അത് നിന്റെ വീട്, നീ നിന്റെ കാര്യം നീ നോക്കിക്കൊള്ളാം, നിന്നെ കെട്ടിച്ചുട്ടിട്ടുണ്ട്, ഇനി നീ നിന്റെ പാടായി. ഇതാ പറച്ചില്. അതുകൊണ്ട് ചത്താലത് ചത്തില്ലെങ്കിലെന്ത് എന്നുള്ള മനോഭാവമുണ്ട് പലർക്കും. മരിച്ചതിന് ശേഷം പിന്നെ ഒന്ന് കരഞ്ഞല്ലേ പറ്റുള്ളൂ. ഞാൻ ഇവരുടെ കാര്യമേ അല്ല പറയുന്നത്, പല കാര്യങ്ങളുടെ അകത്ത് നമ്മൾ കണ്ട കാര്യമാണ്. ഈവൻ ഷൈനിയുടെ കാര്യത്തിനകത്ത് പോലും അവരെ വന്ന് സംസാരിച്ച് റിയാക്ട് ചെയ്ത് നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന അതേ ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നത് പോലും എന്താ ഇതെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ, ഇനി നിങ്ങളാരെയും ചിന്തിക്കണം, നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ദയവായി അച്ഛനമ്മമാരോട് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാരോട് നിങ്ങളുടെ പെൺമക്കൾ എവിടെയെങ്കിലൊക്കെ വിവാഹം കഴിഞ്ഞ് പോയതിനു ശേഷം അവരുടെ ബുദ്ധിമുട്ടുകൾ അത്രയും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റിലാണെന്ന് പറയുന്നത് ദയവായി വിളിച്ചുകൊണ്ട് വരിക. അല്ലെങ്കിൽ നാളെ ഇതുപോലെ പല ന്യൂസുകളിൽ നിങ്ങളുടെ മക്കളായിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേരക്കുട്ടികളായിരിക്കും ഇതുപോലെ മരണപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തുവാണ് ഈ ഭൂമി കണ്ടിട്ട് എത്ര നാളായ കൊച്ചു പിള്ളേർ ഒന്നും പറയാനില്ല. ഇനി ഇവരുടെ വേലക്കാരിയുടെ ഒരു സംഭവം കൂടെ ഉണ്ട്. കോട്ടയം ഏറ്റുമാനൂർ പള്ളിക്കുന്നിൽ പുഴയിൽ ചാടി അമ്മയും പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹൈക്കോടതി അഭിഭാഷകയായ പാല മുത്തോലി സ്വദേശിനി ജിസ്മോളും മക്കളായ 5 വയസ്സുകാരി നോഹ, 2 വയസ്സുകാരി നോറ എന്നിവരുമാണ് ദാരുണമായി മരിച്ചത്. സാമ്പത്തികമായോ ദാമ്പത്യവുമായി ബന്ധപ്പെട്ടോ ജിസ്മോൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ബന്ധുക്കളും അയൽക്കാരും പറയുന്നത്. വലിയ കുടുംബത്തിലുള്ള വ്യക്തിയും വസ്തുടമയുമാണ് ഭർത്താവ് ജിമ്മി. അമ്മയുമൊത്ത് ആശുപത്രിയിൽ പോയ സമയമാണ് ജിസ്മോൾ കടുങ്കൈ ചെയ്യാൻ തിരഞ്ഞെടുത്തത്. ഏതു വിധേനയും മരിക്കുക എന്നതായിരുന്നു ജിസ്മോളുടെ ലക്ഷ്യം. അതിനായി രാവിലെ തന്നെ ജിസ്മോൾ ശ്രമിച്ചിരുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. വീട്ടിലേക്ക് രാവിലെ ജോലിക്കെത്തിയ വേലക്കാരിയെ ജിസ്മോൾ തിരികെ പറഞ്ഞയച്ചു. കുളിക്കുകയാണെന്നും ഇന്ന് ജോലിക്ക് കയറേണ്ടതുമാണ് വേലക്കാരിയോട് ജിസ്മോൾ പറഞ്ഞത്. വീടും ജനാലുകളുമൊക്കെ അടച്ചുവെച്ച നിലയിലായിരുന്നു. കുളിമുറിയിൽ നിന്നുമാണ് ജിസ്മോൾ സംസാരിച്ചതെന്നും വേലക്കാരി മൊഴി നൽകിയിട്ടുണ്ട്. ജിസ്മോളുടെ വിയോഗശേഷം വീട് പരിശോധിക്കാനെത്തിയ പോലീസിന് വീട്ടിൽ വെച്ച് ജിസ്മോൾ ജീവനൊടുക്കാൻ ശ്രമിച്ചതിന് ഒട്ടേറെ തെളിവുകൾ ലഭിച്ചു. വീട്ടിൽ വെച്ച് മക്കൾക്ക് അണുനാശിനി കൊടുത്തും സ്വന്തം കൈഞ്ഞരമ്പ് മുറിച്ചും ജിസ്മോൾ ആദ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. മുറിയിൽ കീടനാശിനി ഒഴുകി പറഞ്ഞിട്ടുണ്ട്. മുറിയിലെ ഫാനിന്റെ ലീഫും വളഞ്ഞ നിലയിലാണ്. ഒന്നും പറയാനിടേ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പം ശരത് പരമേശ്വർ എന്ന മൂപ്പർസ് വ്ലോഗിൽ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നത് എൻ്റെ ഇമോഷൻസ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് നിങ്ങൾക്കും എനിക്കും കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ വേദനിക്കാനും വിഷമിക്കാനും. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 2 പിള്ളേർ എനിക്കുമുണ്ട്. 4 വയസ്സും 11 വയസ്സുള്ള 2 മക്കൾ എനിക്കുണ്ട്. അപ്പോൾ അത് ഈ 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒന്നാണെങ്കിൽ 2 വയസ്സും 5 വയസ്സും എന്തൊക്കെ ഉള്ള 2 കൊച്ചു മാലാക കുട്ടികൾ. ആ കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു അമ്മ, പ്രസവിച്ച അമ്മ തന്നെ തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ ആ ജീവിതം അവർ എത്രമാത്രം വെറുത്തിട്ടായിരിക്കും എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ മരണത്തിന് കാരണക്കാരെല്ലാവരും ആണേ, സത്യമായിട്ട് ഞാൻ പറയാം, എല്ലാവരുമാണ്. കാരണം അവർ എല്ലാവരോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാം അറിയുകയും ചെയ്യാം. അതിനുശേഷം അവർ മരണപ്പെട്ടതിന് ശേഷം വന്നിരുന്ന് കരഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരെ വിളിച്ചുകൊണ്ട് പോകണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത് കാണുന്ന പല സ്ത്രീകളുണ്ടെങ്കിൽ, അതുപോലെ സ്ത്രീകളാൽ അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റത്തില്ലാത്ത ബന്ധമാണെങ്കിൽ നിങ്ങൾ ആരുടെയും ജീവിതം ജീവിക്കാനല്ല ഭൂമിയിൽ വന്നിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതം ജീവിക്കാനാണ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റാത്ത ബന്ധമാണോ വിട്ടിട്ട് പോവുക. ഓക്കെ, ബൈ. എന്താ സംഭവിക്കുക പിന്നെ മരിക്കുന്ന കാര്യത്തിനെ കുറിച്ച്? ഒരേ ഒരു ലൈഫേ ഉള്ളൂ, അത് എന്ന് വേണോ ചിലപ്പോൾ തീരാം. അതുകൊണ്ട് നിങ്ങളായിട്ട് ചെന്ന് കെയർ കൊടുക്കരുത്. അത് വരട്ടെ, അത് വന്ന് നമ്മളെ കൊണ്ടുപോയിക്കോളും. ഒരു ദിവസം നമ്മൾ എന്തായാലും പോകും. അല്ലാതെ മരണം എന്നുള്ള വഴിയിലേക്ക് നിങ്ങൾ പോകരുത്. അതിനെക്കാട്ടിൽ ഏറ്റവും എളുപ്പ വഴിയല്ല. അത്രയും ധൈര്യം പോരെ ഈ പറയുന്നത് നമുക്ക് വേണ്ടാത്ത ബന്ധത്തിന്, ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെ വഴിക്ക് പോകാൻ. നിങ്ങൾക്ക് സ്വന്തം കാര്യം നിൽക്കാൻ പറ്റും. നിങ്ങൾ സ്വന്തം കാര്യം നിന്ന് നിങ്ങൾ വളർന്ന് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക. എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക. നിങ്ങൾക്ക് ചെറിയ രീതിയിലാണെങ്കിൽ ഒരു വരുമാനം ഉണ്ടാകുന്ന രീതിയിലേക്ക് എത്തണം ഓരോ സ്ത്രീകളും. ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കാളികൾ റെസ്പെക്ട് ചെയ്ത് പോകണം. ഏതെങ്കിലും ഒരു പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾക്ക് പറ്റത്തില്ല, വിട്ടുകളയുക. എന്തിനാണ് ചുമക്കുന്നത്? ഈ ലോകത്ത് ഡിവോഴ്സ് എന്നുള്ള കാര്യം ആദ്യമൊന്നുമല്ല. വീട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കളും അല്ല നിങ്ങളുടെ ജീവൻ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ജീവൻ നിങ്ങൾ തീരുമാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പറ്റാത്ത ബന്ധമാണോ വിട്ടേക്കുക.
അവിടെ സമൂഹം നോക്കുന്നോ വീട്ടുകാർ നോക്കുന്നോ ചുറ്റുമുള്ളൊരു നാണക്കേടല്ലേ സമൂഹം നോക്കൂലേ, അവർ ചോദ്യം ചെയ്യത്തില്ല, നോക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ബാധ്യതയില്ല. ബിക്കോസ് ദിസ് ഈസ് യുവർ ലൈഫ്. അത് എങ്ങനെ ജീവിക്കണം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. സ്വന്തം അപ്പനും അമ്മയും കുടുംബക്കാരും നാട്ടുകാരും മൊത്തം നമ്മൾ അറിഞ്ഞിട്ട് ഓരോന്ന് കെട്ടിച്ചു വിട്ടിട്ട് അവർ തിരിഞ്ഞു നോക്കത്തില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരഞ്ഞു തീർക്കാൻ വേണം. എന്തിനാ? എൻ്റെ അമ്മേരെ കണ്ണീര് ഞാൻ കുറെ കണ്ടതാടേ. എന്തുവാ ഇത്? അതൊന്നും പറ്റത്തില്ല, അതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറ്റാത്ത ബന്ധത്തിലാണ് നിങ്ങൾ സ്റ്റിൽ അതിന് നിങ്ങളെ പറയേണ്ടവരോട് പറയുക, അല്ലെങ്കിൽ വിട്ടിട്ട് നിങ്ങളെ വഴിക്ക് പോവുക. മരണത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ജീവിച്ചു തീർക്കാൻ ഒരുപാട് കാലം ഇനിയുമുണ്ട്. ആ ഒരു ബോധം എപ്പോഴും വേണം. ഒറ്റ ടൈം മാത്രമേ കിട്ടൂ ഈ ഭൂമിയിലെ ജീവിതം. അത് ആസ്വദിക്കുക. സന്തോഷമായിക്കോട്ടെ, സന്താപമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് ജീവിക്കുക. ജീവിച്ച് തന്നെ തീർക്കണം. സോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ.